എൻ്റെ ദോശയ്ക്ക് ഇതെന്തു പറ്റി? ഇതെന്താ വിണ്ടു കയറിയ തരിശുഭൂമി പോലെ ഇരിക്കുന്നതെന്നല്ലേ? എന്താണെന്നറിയാൻ വീഡിയോ ഫുള്ളായി കണ്ടോളൂ. വെൽക്കം ടു DJ ഫാമിലി. ആദ്യമായി ഞാൻ എന്തുണ്ടാക്കുകയായാലും മറ്റുള്ളവരോട് ചോദിച്ചോ അല്ലെങ്കിൽ യൂട്യൂബിൽ അതുമായി റിലേറ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ എന്തുണ്ടാക്കാറ്. പക്ഷെ ഇത്തവണ അങ്ങനെയായിരുന്നില്ല കേട്ടോ. ഇതെന്താ റാഗി ദോശയല്ലേ, വളരെ സിമ്പിളല്ലേ, ഗോതമ്പ് ദോശ പോലെ അങ്ങ് കലക്കി ഒഴിച്ചാൽ മതിയെന്നായിരുന്നു കേട്ടോ എൻ്റെ വിചാരം. അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് റാഗിപ്പൊടി ഇട്ടു, ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തു. ഒരു ഭംഗിക്ക്, ഒരു രസത്തിന് കുറച്ച് സവാളയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്തു. ദോശയ്ക്കുള്ള തക്കാളി ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. അങ്ങനെ പാൻ ചൂടാക്കി റാഗി ദോശ മാവ് ഒഴിച്ച് പരത്തി അങ്ങ് എടുത്തു കേട്ടോ. പരത്തുന്നതിനിടയിൽ വന്ന പാറ്റേഴ്സൊക്കെ കുറച്ചും കൂടി മാവ് ഒഴിച്ച് അങ്ങ് ശരിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ദോശ ചൂടായി വന്നപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. ആദ്യം ഉണ്ടാക്കിയ ദോശ ഇങ്ങനെയെങ്കിലും കിട്ടിട്ടോ, പിന്നെ കിട്ടിയതെല്ലാം പൊടി പൊടി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആദ്യം ഉണ്ടാക്കിയ ദോശ നാശമായപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളത്തിൻ്റെ കുറവുണ്ടാന്ന് വിചാരിച്ച് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ടാണേ. ദോശയ്ക്ക് കൂടെ കഴിക്കാൻ സാമ്പാറും തക്കാളി ചട്നിയും ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ റാഗി ദോശ കഴിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനിത് അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ സൂപ്പറാണെന്നാണ് കേട്ടോ അവൾ പറഞ്ഞത്. സൂപ്പറാണെങ്കിൽ നീ ഒരു പ്രാവശ്യം കഴിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവൾ അയ്യോ വേണ്ടേ എന്നാണ് കേട്ടോ പറഞ്ഞത്. ബേക്കറിൽ പോകാൻ റെഡി ആയിട്ടിരുന്ന മോന് റാഗി ദോശ കൊടുത്തപ്പോൾ എന്ത് സാധനമാണ് അമ്മ ഈ രാവിലെ തന്നെ കൊണ്ട് തന്നേക്കുന്നത് എന്നുള്ള ഭാഗത്തിൽ എന്നെ അവൻ കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. TV കണ്ടാലേ അവൻ്റെ ഭക്ഷണം ഇറങ്ങുള്ളൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ TV കണ്ടാൽ മാത്രം ഭക്ഷണം ഇറങ്ങുന്ന കുട്ടികൾ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ദോശ നാശായതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ് കേട്ടോ. റാഗി ദോശ ഉണ്ടാക്കുമ്പോൾ റാഗിപ്പൊടിയുടെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇടണം. അല്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ അരിദോശമാവിൽ റാഗിപ്പൊടി ചേർത്ത് നമുക്ക് റാഗി ദോശ ഉണ്ടാക്കാം. എങ്കിൽ മാത്രമേ റാഗി ദോശ സോഫ്റ്റ് ആവും, ഇതുപോലെ പൊട്ടാതെ ശരിക്ക് കിട്ടുള്ളൂ കേട്ടോ. ലാസ്റ്റ് പറഞ്ഞ രീതിയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇനി ആരെങ്കിലും റാഗി ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓർത്തോളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.